വീട്ടകങ്ങളിൽ ഒതുങ്ങിക്കൂടി കുഞ്ഞുനാൾ മുതൽ താലോലിച്ച സ്വപ്നങ്ങൾക്ക് കർട്ടനിടുന്നവർ മാതൃകയാക്കേണ്ട ഒരു പ്രവാസി വീട്ടമ്മയുണ്ട് ദുബായിൽ. ട്രക്കിങ്ങും ഹൈക്കിങ്ങും വ്ളോഗിങ്ങുമെല്ലാമായി ജീവിതത്തിലും സോഷ്യൽ മീഡിയയിലും താരമായ തൊടുപുഴക്കാരി അനീഷ നിശാന്ത്. 4 കുട്ടികളുടെ അമ്മ കൂടിയായ അനീഷ എവറസ്റ്റോളമാണ് സ്വപ്നം കണ്ടത്. ദിവസങ്ങളെടുത്ത് വെല്ലുവിളികളെ തരണം ചെയ്ത് നേപ്പാളിലെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് കയറിയിറങ്ങി തിരിച്ച് ദുബായിലെത്തിയപ്പോൾ വിമാനത്താവളത്തിൽ പ്രിയപ്പെട്ട ഉമ്മയെ കാത്തിരുന്ന 4 പെൺമക്കളും എല്ലാ പിന്തുണയുമായി കൂടെയുള്ള ഭർത്താവ് ആലുവക്കാരൻ നിശാന്ത് ഇബ്രാഹിമും തന്നെയാണ് ഈ സൂപ്പർ ഉമ്മിക്ക് കരുത്ത്. മോഡൽ, ആക്ടർ, ആങ്കർ, ടീച്ചർ എന്നിവയെല്ലാം അനീഷയുടെ മറ്റ് വിശേഷണങ്ങളാണ്. A4 അഡ്വഞ്ചേഴ്സ് സാഹസിക യാത്രാ സംഘത്തിലെ അംഗമാണ് അനീഷ. ഗ്രൂപ്പിലെ തൻ്റെ സുഹൃത്തുക്കളായ മറ്റു 9 സഹയാത്രികരാണ്. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്ന വലിയ സ്വപ്നത്തിലേക്ക് നടന്നു കയറാൻ അനീഷയ്ക്ക് യാത്രയിലുടനീളം ധൈര്യവും കരുത്തും പകർന്നത്. നിരന്തര നിരീക്ഷണങ്ങൾക്കും പരിശീലനങ്ങൾക്കും ശേഷം ശാരീരിക ക്ഷമതാ പരിശോധനകൾ വിജയിച്ചവരെ മാത്രമാണ് യാത്രക്കാരെ തിരഞ്ഞെടുത്തതെന്ന് സഹയാത്രികരും അനീഷയും പറയുന്നു. 1-ാം ദിവസം കാഠ്മണ്ഡുവിൽ നിന്ന് തുടങ്ങി 9-ാം ദിവസം ബേസ് ക്യാമ്പിൽ എത്തുന്നതിനിടയിൽ നിരവധി വെല്ലുവിളികൾക്ക് ഇവർ നേരിടേണ്ടി വന്നു. രാവിലെ കണ്ട പ്രകൃതിയും കാലാവസ്ഥയും പെട്ടെന്ന് മാറുന്നതും മറ്റുമായി പ്രതീക്ഷകൾക്കപ്പുറമുള്ള വെല്ലുവിളികളെ മറികടന്നാണ് എല്ലാവരെയും പോലെ ഈ സംഘവും മഞ്ഞു പെയ്യുന്ന മലമ്പാതകൾ ചവിട്ടിക്കയറിയത്. യാക്കുകളുടെ പുറത്തും സ്വന്തം ചുമലിലെല്ലാമായി പ്രദേശവാസികൾ നമുക്ക് സങ്കല്പിക്കാവുന്നതിലുമധികം ചുമടുകൾ ഈ മലഞ്ചെരുവുകളിലെ ഗ്രാമങ്ങളിലെത്തിക്കും. അതുകൊണ്ട് തന്നെ തണുത്ത കാലാവസ്ഥയിലും കുടിവെള്ളത്തിന് പോലും കൈപൊള്ളുന്ന വിലയാണ് നൽകേണ്ടി വന്നിരുന്നത്. അവരുടെ കഷ്ടപ്പാടുകൾക്ക് മുന്നിൽ യാതൊരു കൊള്ളലാഭമായി ആർക്കും തോന്നുകയുമില്ലെന്നും ഗ്രാമീണരുടെ പ്രധാന വരുമാന മാർഗവും ഇത്തരം യാത്രാ സംഘങ്ങളുമായുള്ള കച്ചവടം മാത്രമാണെന്നും ഇവർ ഓർത്തെടുക്കുന്നു. യാത്രക്കിടെ ആദ്യ ദിവസങ്ങളിൽ പ്രാദേശിക മാർക്കറ്റുകളും ഷോപ്പുകളും ആസ്വദിക്കാനും സമയം ലഭിച്ചിരുന്നുവെങ്കിലും 9-ാം ദിവസം ലക്ഷ്യസ്ഥാനമായ എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയപ്പോഴേക്കും ശാരീരികമായി വലിയ തളർച്ചയും ക്ഷീണവും എല്ലാവരെയും ബാധിച്ചിരുന്നു. മനസ്സിൽ വലിയ ആഗ്രഹവും ആവശ്യമായ ആരോഗ്യവും കൃത്യമായ പരിശീലനവും ലഭിച്ചാൽ ആർക്കും നേടാവുന്ന ഒരു നേട്ടം മാത്രമാണിതെന്നാണ് അനീഷയ്ക്കും സംഘത്തിനും പറയാനുള്ളത്.